ഗൈസ്, ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ ഐറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ വ്ളോഗിന് വേണ്ടിയിട്ട് ഒരു മൈക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മളത് ഒരു ഡിജിടെക്കിൻ്റെ മൈക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു 4500 രൂപ സംതിങ് വരുമായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും വലിപ്പമുണ്ട്. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും. പിന്നെ ഇതിൻ്റെ കേബിളുകളുണ്ട്. നമ്മൾ ഗോപ്രോയിലായാലും ഫോണിലായാലും വെക്കണമെന്നുണ്ടെങ്കിൽ കേബിളുണ്ടാവും. അപ്പോൾ ആ കേബിൾ എല്ലാം കൂടി വയറൊക്കെ ആയിട്ട് വള്ളിയായി മുഴുവൻ അലമ്പായി പോകും. അപ്പം ഈ ഒരു ഐറ്റം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി. ആമസോണിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഗുണങ്ങളെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഗുണം പറയാം. വെറും 2200 രൂപയുള്ളൂ. ആ പ്രൈസിൽ ഇത്രയും ചെറിയ ഒരു ഇത് കിട്ടും. ബാക്കി ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പം കേൾക്കുന്ന സൗണ്ട് എൻ്റെ ഫോണിൽ നിന്ന് ഡയറക്റ്റ് കേൾക്കുന്ന സൗണ്ടാണ്. മൈക്കൊന്നും കുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കാക്കയുടെ സൗണ്ട് ഏതാണ്ടൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പം ഇപ്പം ഇനി ഇത് അൺബോക്സ് ചെയ്തതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ആദ്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ പാക്കേജൊക്കെ ഇച്ചിരി മടുപ്പായിരുന്നു. കണ്ടില്ലേ, ചളങ്ങി പറഞ്ഞാണ് അവർ കൊണ്ട് തന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി ഇതൊന്ന് അൺബോക്സ് ചെയ്തു. ഇന്നലെ കിട്ടിയത് വൈകുന്നേരമായിരുന്നു. അപ്പം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇതൊന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ മൈക്ക്. ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് ചാർജിങ് കേസാണ്. ഈ ചാർജിങ് കേസിനും ബാറ്ററി ഇതിനകത്തിരുന്ന് ചാർജ് ആവും. അല്ലാണ്ട് നമുക്ക് കേബിൾ വെച്ചും ചാർജ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. ബാക്കിയുള്ളത് ഇതിൻ്റെ 2 കേബിളും, പിന്നെ ഇവിടെ 2 USB Type-C കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ്നിങ് ബോർഡ്, അതായത് നമുക്ക് ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ. പിന്നെ യൂസർ മാനുവൽ, അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഇത്ര ഐറ്റംസാണ് ആകെ ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിനകത്താണ് നമ്മുടെ മൈക്കും റിസീവറും ഇരിക്കുന്നത്. 2 മൈക്കും 1 റിസീവറും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞു പ്രൈസാണ്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ബട്ടൺ, ഒരു നമ്മുടെ ജീൻസിൻ്റെയൊക്കെ ബട്ടൻ്റെ വലിയൊരു ബട്ടൺ വരില്ല, ജീൻസിൻ്റെ ബട്ടൺ, ആ ഒരു വലിപ്പം ഇതിനുള്ളൂ. അതിനേക്കാൾ ഒരു ഇത്തിരി കൂടി കാണും. പിന്നെ ഇത് മാഗ്നറ്റിക് ആണ്. ഇതുണ്ടോ, ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിൽ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്നാലും ഇതിനകത്ത് കേസിനകത്ത് അതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ കേസിനകത്ത് ഇരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ലോക്ക് ഇവിടെ വരുന്നത് കറക്റ്റായിട്ട് ഇടണം. കണ്ടോ, അപ്പോൾ ഇത് ലോക്കായി. ഇത് എടുക്കുമ്പോൾ തന്നെ ഓൾവേസ് ഓണായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഓഫ് ആക്കാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. ഒരു ബട്ടണേ ഇതിനകപ്പാടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. Type-C ചാർജിങ്ങും ഉണ്ട്, 2 മാഗ്നറ്റിക് ചാർജിങ്ങും ഉണ്ട്. ഈ കേസ് ഞാൻ പറഞ്ഞില്ല, ബാറ്ററി ചാർജ് ആവുന്ന കേസാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. ഒരു റെഡ് ലൈറ്റിൽ വേണ്ടതാ. അല്ലോ, ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ചാർജ് ആവുന്നുണ്ട്. ഈ റിസീവർ നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. Type-C ആയതുകൊണ്ട് ഫോണിൽ കുത്തുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കൂടി തന്നെ വന്നോളും. ഇത് രണ്ടും ഇതിനകത്ത് കൂടി ചാർജ് ആയിക്കോളും. അപ്പം ഇതിന് ഒരു ബട്ടണേ വരുന്നുള്ളൂ. ഈ ഒരു ബട്ടണിൽ തന്നെയാണ് എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ആവുന്നത്. അപ്പം മൾട്ടി ഫങ്ഷൻ ബട്ടൺ ആയത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. യൂസർ മാനുവൽ ആവശ്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊന്ന് ആവശ്യം വന്നു. ഇതൊന്ന് പഠിച്ചു വെക്കുന്നവർ നമുക്കിത് ആവശ്യമുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം. ഇത് ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്യുക. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇത് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ തെളിയും. ഇത് ഒരു മൈക്കിൻ്റെ 2 മൈക്ക് ഓൺ ആണെങ്കിൽ ഇത് രണ്ടും തെളിയും. ഒരു മൈക്ക് ഓൺ ആണെങ്കിൽ ഒരെണ്ണം തെളിയും, ഒരെണ്ണം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ ബട്ടണിൽ ഒരു 2 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓഫാവും. 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആവും. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തതുകൊണ്ട് ഓൾറെഡി ഓൺ ആയിരുന്നു. കേട്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് ഓൺ ആയിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരുന്നോളൂ, പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഇത് നോയിസ് ക്യാൻസലിംഗ് ആവും.
അപ്പം ഇവിടുത്തെ ഈ സിമ്പൽ തെളിഞ്ഞിരിക്കും, നീല തെളിഞ്ഞിരിക്കും. അപ്പോൾ ഞാനിത് മൈക്ക് കണക്ട് ചെയ്തിട്ടത് കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ എന്ന് പറയുമ്പോൾ 3 ടൈംസ് 3 പ്രാവശ്യം ഞെക്കിക്കഴിഞ്ഞാൽ ഒരു എന്നാണ് എക്കോ മോഡിലോട്ട് പോകും. ഈ പാട്ടൊക്കെ പാടാനായിരിക്കും തോന്നുന്നു, കാരണം അത് നമുക്ക് വലിയ ഉപയോഗമില്ല. അതിന് കറക്റ്റ് കാര്യം എനിക്കറിയത്തില്ല. ഒരു 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഒരു എക്കോ മോഡിലോട്ട് പോകും. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല പറഞ്ഞത്. നമുക്ക് ആവശ്യമില്ല, നമ്മുടെ വ്ളോഗിൽ എപ്പോഴും നോയ്സ് ക്യാൻസലിങ് മാക്സിമം ആവശ്യമുള്ളത്. അപ്പം ഇതിന് ഞാനിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് കാണിച്ചു തരാം, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇതിന് കുത്തി അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് മാഗ്നറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് 2 രീതിയിൽ നമുക്ക് ഇവിടെ വെക്കാം. ഒന്നെങ്കിൽ ഈ ക്ലിപ്പ് വെച്ചിട്ട് സാധാ മൈക്ക് വെക്കുന്ന പോലെ ഇങ്ങനെ വേണേൽ വെക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒരു ബട്ടൺ പോലെ വെക്കാനാണെങ്കിൽ ഇത് ആരും അറിയത്തുമില്ല, കേട്ടോ. അപ്പോഴും നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് ഇവിടെ ഇരുന്നോളൂ. അറിയത്തില്ല, നമ്മൾ ചെറിയൊരു ഷട്ടറൊക്കെ ആണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഉണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല, മറ്റുള്ളവർ അറിയത്തില്ല. അപ്പം അതാണ് ഞാൻ ഇത് വാങ്ങിക്കാനുള്ളൊരു മെയിൻ കാര്യം. വേറെ ഇതിന് കണക്ട് ചെയ്യാൻ വയറൊന്നും വേണ്ട, ജസ്റ്റ് USB വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കാണിച്ചു തരാം. കുത്തിക്കേ, അതെ അത് USB കുത്താൻ പോകണം. അത് ഒരെണ്ണം ബ്ലിങ്കിങ് നിന്നു, അല്ല ഇവിടെ ഓണായി. അപ്പോൾ അവിടെ ഒരെണ്ണം ബ്ലിങ്കിങ് നിന്നു, ഒരെണ്ണം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഓൺ ആക്കുവാണെങ്കിൽ ആ രണ്ടും ഫുൾ നീലയായിട്ട് ഇങ്ങനെ നിൽക്കും, ബ്ലിങ്കിങ് നിൽക്കും. അപ്പം ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഒന്ന് മൈക്കിൽ നിന്നാണ്, നോയ്സ് ക്യാൻസലിങ് ഓണും ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത്. ഇപ്പം നോയ്സ് ക്യാൻസലിങ് ഓഫാക്കിയത്, ഇവിടെ ഒരു നീല ലൈറ്റ് ഇപ്പം ഇല്ല, അപ്പോൾ അതിപ്പോൾ ഓഫാക്കി. ഇപ്പം നോർമൽ സൗണ്ട് ഇതാണ്. ഹലോ നോർമൽ സൗണ്ട് വരുന്നത് ഈ സൗണ്ടാണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലിങ് ഓൺ ആക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ മഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്യുക, നോയ്സ് ക്യാൻസലിങ് ഓൺ ആവും. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കുറച്ച് ബാക്കിലോട്ട് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ ഇത് കിട്ടും. ഞാൻ ഇന്നലെ ചെക്ക് ചെയ്യായിരുന്നു. ഇൻ കേസ് ഞാൻ ഇതിൻ്റെ പുറകിലോട്ടൊന്ന് പോവുകയാണ്. ഇപ്പോൾ ഒരു ഭിത്തിക്ക് ഇപ്പുറം വാതിൽ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഭിത്തിക്ക് ഇപ്പുറം നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും സൗണ്ട് കിട്ടും. ഇപ്പോൾ ഈ കേൾക്കുന്ന മുഴുവൻ നോയ്സ് ക്യാൻസലിങ് മോഡിൽ ഇട്ടിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഇവിടം വരെ വന്നു, ഈ ഭിത്തിയിൽ നിന്ന് മറയാൻ പോവാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് 2 ഭിത്തിക്ക് ഇപ്പുറം, അതായത് ഒരു മതിലിന് ഇപ്പുറത്ത് നിന്നാണ് ഈ വോയിസ് കേൾക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാം. പക്ഷേ നേരെ നിൽക്കുവാണെങ്കിൽ എനിക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്നും ഇന്നലെ പ്രശ്നം തോന്നിയില്ല. ഇപ്പം ഞാൻ മൈക്ക് എൻ്റെ കോളറെ വെച്ചിട്ടുണ്ട്. ഇപ്പം കേൾക്കുന്ന സൗണ്ടും ഇതിൽ നിന്ന് നോർമൽ നമ്മളിപ്പം വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കുമല്ലോ, മൈക്കിലായിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഞാൻ ആദ്യമേ പറയാം, 1-2 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതുപോലത്തെ മൈക്ക് മറ്റേ കൂടിയ മൈക്കുകൾ മേടിക്കുവാണെങ്കിൽ 4000 രൂപയുടെ ഉണ്ട്, 5000 രൂപയുടെ ഉണ്ട്, 9000 രൂപയുടെ ഉണ്ട്, 7000 ഉണ്ട്. ഇത് വെറും 2200 രൂപയുള്ള 200 രൂപയ്ക്ക് ഇത്രയും നല്ല മൈക്ക് കിട്ടും. സൗണ്ട് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമൊന്നുമില്ല, നോയ്സ് ക്യാൻസലിങ്ങിനും വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു 2-3 പ്രശ്നം എനിക്ക് തോന്നിയത്, ഇത് 95% ചാർജ് ആകുന്നുള്ളായിരുന്നു. ഞാൻ 100% ചാർജ് ആകുന്നില്ല. ഇതുണ്ടോ, ഇപ്പോൾ 95 റൈറ്റിലോട്ട്, ഇപ്പോൾ ഒരു ഇട്ടിരിക്കുന്ന ആ ഒരു കേസ് ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. അപ്പോൾ അത് ഒരെണ്ണം ചാർജ് ആവുന്നുണ്ട്. പക്ഷേ ഇന്നലെ 91 വരെ ആയി. ഞാൻ വീണ്ടും ചാർജ് ചെയ്യുന്ന ബോക്സ് ഇട്ട് അപ്പം 95 വരെ ഇത് ചാർജ് ആവുന്നുണ്ടായിരുന്നു. അതെന്താണെന്നറിയാൻ പറ്റില്ല, 100% ചാർജ് ആകുന്നില്ലായിരുന്നു. അപ്പം അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇനിയിപ്പം എത്ര നാൾ ബാക്കപ്പ് കിട്ടുമെന്ന് അറിയില്ല. നോർമലി ഇവർ പറയുന്ന ബാക്കപ്പ് എന്ന് പറയുമ്പോൾ 40 മണിക്കൂർ വിത്ത് കേസ് ബാക്കപ്പും ഈ ഒരു ഇതിന് 8 മണിക്കൂറുമാണ് അതിനകത്ത് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അത്രയൊന്നും കിട്ടില്ലെങ്കിലും ഒരു 4-5 മണിക്കൂറൊക്കെ കിട്ടുമായിരിക്കും. 4 മണിക്കൂർ എന്തായാലും കിട്ടുമായിരിക്കും. പിന്നെ ഈ കേസിൻ്റെ കാര്യം, അതിൻ്റെ ചാർജിങ് ടൈമൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. സൗണ്ട് നോയ്സ് ക്യാൻസലിങ് ഒറ്റ ലെവൽ നോയ്സ് ക്യാൻസലിങ്ങേ ഉള്ളൂ. അതായത് ഈ ഒരു ക്ലിക്ക് ഞെക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നോയ്സ് ക്യാൻസലിങ്ങേ ഉള്ളൂ. 50 dB വരെ സൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യും. മറ്റുള്ള മൈക്കുകൾ ഞാൻ നേരത്തെ ഉപയോഗിച്ച ഇതിനകത്ത് 2 മോഡുണ്ട്. 2 പ്രാവശ്യം നോയ്സ് ക്യാൻസൽ ചെയ്യുക. അതായത് നോർമൽ മോഡ് നോയ്സ് ക്യാൻസൽ ചെയ്യുക, ഒരെണ്ണം എക്സ്ട്രാ ഡീപ്പായിട്ട് നോയ്സ് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ സൗണ്ട് വേറൊരു ലെവലിലോട്ട് പോകും. അതായത് എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഞാൻ പറയുന്ന സൗണ്ട് ആയിരിക്കില്ല, ഒരുമാതിരി
ഒരു മൂക്കടഞ്ഞ സൗണ്ടിലോട്ട് പോകും, നല്ല നോയ്സ് ക്യാൻസലിങ് ഓൺ ആക്കുമ്പോൾ. പക്ഷെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് എൻ്റെ സൗണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഇന്നലെ തോന്നിയില്ല. ഒറ്റ ലെവൽ നോയ്സ് ക്യാൻസലിങ് ഉള്ളെങ്കിലും നമുക്ക് വ്ളോഗിന് ന്യായമായിട്ടുള്ള അതുണ്ട്. അപ്പം 2200 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് നമുക്ക് കിട്ടും വിത്ത് ചാർജിങ് കേസ്. അപ്പം എങ്ങനെ വിളിച്ചാലും ഒരു 40 മണിക്കൂർ പറയുന്ന ഒരു 24 hours എങ്കിലും വിത്ത് കേസ് ചാർജ് നിൽക്കും. നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും ഈ ഒറ്റ ചാർജറെ നമുക്ക് ഇത് രണ്ടും ചാർജ് ചെയ്യാനും പറ്റും. ഈ കേബിൾ വെച്ച് ഇവിടെ നിന്ന് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ കേസ് ചാർജർ ഇത് കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഇതിന് അഡീഷണൽ ചാർജ് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് പറഞ്ഞാലും 2200 രൂപയാണ് എൻ്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്തത്. എനിക്കൊരു കൂപ്പണും ഒരു 100 രൂപ ക്യാഷ് ബാക്കും വെച്ചിട്ട് എനിക്ക് 2250 സംതിങ് രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ആ ഒരു റേഞ്ചിൽ ഈ മൈക്ക് എനിക്ക് ഒരു ഡീലായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എൻ്റെ വ്ളോഗുകൾ വരുമ്പോൾ മിക്കവാറും ഈ മൈക്കോ അല്ലെങ്കിൽ ഈ മൈക്കായിരിക്കും. കാരണം കൂടുതൽ ഇതേ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതാകുമ്പോൾ അറിയത്തില്ല നമ്മൾ മൈക്ക് വെക്കുന്നതും. പിന്നെ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. ചാർജിങ്ങിന് റിസീവർ ചാർജ് ചെയ്യണ്ട. അപ്പം അടുത്ത വീഡിയോ ഒക്കെ വരുന്നത് എൻ്റെ ഈ മൈക്കിലൂടെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വോയിസൊക്കെ ഈ മൈക്കിൽ കൂടി തന്നെയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നല്ല വിചാരിക്കുന്നു. മൈക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. കാരണം ഈ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ഞാൻ ഇതിനകത്ത് അട്രാക്റ്റീവ് ആവാൻ കാര്യം. വളരെ ചെറുതാണ്. ഇതേ സെയിം ലുക്കുള്ള വേറെ മൈക്ക് വാങ്ങിക്കുവാണെങ്കിൽ ഒരു 5000 രൂപ മേളിൽ എന്തായാലും പോകും. 7000 രൂപ 8000 രൂപ കൊടുത്ത് ബോയയുടെ ഒക്കെ കിട്ടും. പക്ഷെ ആ ബഡ്ജറ്റ് നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു 2000 രൂപയ്ക്ക് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഇതുവരെ. വെലോമാക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ആമസോണിലെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ആവശ്യമുള്ളവർ വേണമെങ്കിൽ വാങ്ങിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഹലോ. പിന്നെ ഇത് ഫോണിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗോപ്രോയിലോ DSLRലോ ക്യാമറയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിനകത്ത് ടൈപ്പ് സിയും ലൈറ്റ്നിങ്ങും മാത്രമേ ഉള്ളൂ. ഐഫോണിനും ആൻഡ്രോയിഡ് ഫോണിലും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഇതാവുമ്പോൾ ഇത് നമുക്ക് ഐഫോണിൽ ഉപയോഗിക്കാം, മറ്റേ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം, DSLRൽ ഉപയോഗിക്കാം, ഗോപ്രോയിൽ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെയുള്ള കണക്ടറുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഫോണുകളിൽ മാത്രമേ ഇത് യൂസ് ആവുള്ളൂ.